ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ആദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലെ കയ്യാങ്കളി മയപ്പെടുത്താൻ CPIM തമ്മിലടിച്ച നേതാക്കളെ ഒപ്പമിരുത്തി ജില്ലാ സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തി. നേതാക്കൾ തമ്മിലുള്ള കയ്യാങ്കളി വ്യാജ വാർത്തയെന്നാണ് ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവിന്റെ വിശദീകരണം. രാജി പ്രഖ്യാപിച്ച നേതാവിനെ അനുനയിപ്പിക്കാൻ നീക്കം തുടരുകയാണ്. ജില്ലാ സെക്രട്ടേറിയറ്റിനെ സംബന്ധിച്ച് മാധ്യമങ്ങളിൽ വന്ന വാർത്ത തികച്ചും അടിസ്ഥാനരഹിതമാണ്. മാധ്യമങ്ങൾ വളരെ ബോധപൂർവമായി സൃഷ്ടിച്ച വ്യാജ വാർത്തയാണ്. അടിസ്ഥാനരഹിതമായ വാർത്ത ജനങ്ങൾ തള്ളിക്കളയണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത്തരം വ്യാജ വാർത്തകൾ ചെയ്യരുത് എന്നാണ് പറയാനുള്ളത്. ഇത്തരം വാർത്തകളെ സംബന്ധിച്ച് ഞങ്ങൾ നിയമപരമായി അതിനെ നേരിടും. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ചൊല്ലിയാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ PB ഹർഷകുമാറും A പത്മകുമാറും തമ്മിലടിച്ചത്. എന്നാൽ ആരോപണം ഇരു നേതാക്കളും പിന്നീട് നിഷേധിച്ചു. നിങ്ങളെ വിളിച്ച് പറഞ്ഞവരോട് നിങ്ങൾ ചോദിക്കല്ല, അത് എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? നല്ല പ്രവർത്തനം നടക്കില്ലേ? ഈ മുഖ്യമന്ത്രിയുടെ യോഗം എവിടെയാണ് തീരുമാനിച്ചിരിക്കുന്നത്? ഇവിടെ 8-ാം തീയതി പത്തനംതിട്ട ടൗണിലല്ലേ? പിന്നെ ഇല്ല, എനിക്കറിഞ്ഞൂടാ. യോഗത്തിൽ പങ്കെടുത്ത മന്ത്രി VN വാസവൻ സംസ്ഥാന നേതൃത്വത്തിന് റിപ്പോർട്ട് നൽകി. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പത്തനംതിട്ടയിലെത്തും. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകും പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ ചർച്ചയായിട്ടുണ്ട് പത്തനംതിട്ട CPM ജില്ലാ സെക്രട്ടേറിയറ്റിൽ നടന്ന സംഭവങ്ങളാകെ. അത് തണുപ്പിക്കാൻ, മയപ്പെടുത്താൻ എന്തൊക്കെ നടപടികളിലേക്കാണ് പാർട്ടി കടക്കുന്നത്? ഈ നേതാക്കൾക്കെതിരെയൊക്കെ നടപടി ഉണ്ടായേക്കും എന്നുകൂടി വിവരങ്ങൾ വരുന്നുണ്ടല്ലോ. വിജയകുമാർ, ഇത് ഈ പാർട്ടി CPIM ആണ്. തെരഞ്ഞെടുപ്പ് കാലമാണ് അല്ല എന്നതിനൊക്കെ അപ്പുറത്തേക്ക് പാർട്ടി CPIM ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു കേഡർ സംവിധാനമാണുള്ളത്. ആ കേഡർ സംവിധാനത്തിൽ നിൽക്കുന്ന നേതാക്കൾ തന്നെയാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇത്തരത്തിൽ തമ്മിലടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടാകുന്നു. അത് ഈ മുഖ്യമന്ത്രിയുടെ പരിപാടി, നേരത്തെ സൂചിപ്പിച്ച മുഖ്യമന്ത്രിയുടെ പരിപാടി അടൂർ നടത്തണോ, അത് പത്തനംതിട്ടയിലായിരുന്നു തീരുമാനിച്ചത്, പത്തനംതിട്ടയിൽ നടത്തണോ അടൂർ നടത്തണോ എന്നതിനെക്കുറിച്ചൊരു തർക്കം നടന്നു. അതിൻ്റെ സമയക്രമത്തെക്കുറിച്ചൊരു തർക്കം നടന്നു. ഇതിലെല്ലാം ശേഷം പുറത്തേക്ക് പോകുമ്പോഴായിരുന്നു ഇരു നേതാക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും കയ്യേറ്റവും ഒക്കെ ഉണ്ടായത്. ഇതൊക്കെ മന്ത്രി VN വാസവന്റെ സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു. ഉടൻ തന്നെ നേതാക്കൾ ഇടപെട്ട് തന്നെ പിടിച്ചു മാറ്റുകയും ആ പ്രശ്നം അവിടെ തന്നെ പരിഹരിക്കാനൊരു ശ്രമം നടത്തുകയും ചെയ്തു. പക്ഷേ K പത്മകുമാർ അതിന് തയ്യാറായില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. അദ്ദേഹം അപ്പോൾ തന്നെ ഒരു രാജിക്കത്ത് എഴുതി. അത് ഇനി ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിനല്ല, തെരഞ്ഞെടുപ്പ് ചുമതലകളിൽ നിന്ന് മുഴുവൻ തന്നെ ഒഴിവാക്കണമെന്നൊരു കത്തെഴുതി കൃത്യമായ രീതിയിൽ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവിന് നൽകുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. അപ്രതീക്ഷിതമായിരുന്നു. എന്തായാലും ജില്ലാ സെക്രട്ടറി ആ കത്തൊന്നും സ്വീകരിക്കാൻ ആ ഒരു ഘട്ടത്തിൽ തയ്യാറായില്ല. വിഷയത്തിൽ സംസാരിക്കാമെന്ന് പറയുന്നു. 10:30 മണിയോടുകൂടി ഈ വാർത്ത പുറത്തു വരുന്നു. 10 മണിയോടുകൂടിയാണ് സംഭവം നടക്കുന്നത്. 10:30 മണിയോടുകൂടി ഈ വാർത്ത പുറത്തു വരുന്നു. അതിനുശേഷമാണ് ഇന്ന് മാധ്യമങ്ങൾ കൂടുതൽ വാർത്തകൾ സജീവമാക്കിയതോടുകൂടി കൃത്യമായ രീതിയിൽ സംസ്ഥാന സെക്രട്ടറി തന്നെ നേരിട്ട് KP ഉദയഭാനുവിനെ ബന്ധപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും സംസ്ഥാന സെക്രട്ടറി ഈ വിഷയത്തിൽ ഒരു താക്കീത് ഇതിനകം തന്നെ നൽകിയിട്ടുണ്ട്. അടിയന്തരമായി ഈ പ്രശ്നം പരിഹരിക്കണം, ഇങ്ങനെ പോയാൽ ശരിയാകില്ല, തെരഞ്ഞെടുപ്പ് കാലമാണ്, അതുകൊണ്ട് നടപടിയൊക്കെ പിന്നീട്, നടപടി അടുത്ത ഘട്ടത്തിൽ എന്തായാലും ഉണ്ടാകുമെന്ന് സംസ്ഥാന സെക്രട്ടറി പറയുന്നുണ്ട്. എന്തായാലും അതിനുശേഷം ഒരു വിശദമായ റിപ്പോർട്ട് മന്ത്രി VN വാസവൻ നൽകിയിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്, അദ്ദേഹമാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്ത VN വാസവൻ ഒരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇതുകൂടി പരിശോധിച്ച ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ പത്തനംതിട്ടയിലേക്ക് ഒരു പ്രശ്നപരിഹാരത്തിനായി എത്താനാണ് തീരുമാനം. തെരഞ്ഞെടുപ്പ് കാലമാണ്, എല്ലാ ഘട്ടത്തിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വിജയസാധ്യതയുള്ള മണ്ഡലത്തിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ ശരിയായ നിലപാടല്ല എന്ന് സംസ്ഥാന നേതൃത്വം വിലയിരുത്തുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ന് വാർത്ത സമ്മേളനം നടത്തിയ നേതാക്കൾ, ഇരു നേതാക്കളെയും ഒപ്പം ഇരുത്തി രണ്ടുപേരും ഹർഷകുമാറും K പത്മകുമാറും ഇത് നിഷേധിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഇരു നേതാക്കളെയും ഒപ്പം വരുത്താൻ സാധിച്ചു, വിഷയം മയപ്പെടുത്താൻ സാധിച്ചു. പക്ഷേ മഞ്ഞുരുകിയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. നേതാക്കൾക്ക് തുടരുക. ഇപ്പോൾ ആ വിഷയത്തിൽ ഒരു പ്രതികരണം മന്ത്രി VN വാസവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. കമ്മിറ്റിയിൽ നടന്ന ചർച്ചയെ തർക്കമായി വ്യാഖ്യാനിക്കേണ്ടെന്നും വ്യാജ പ്രചാരണത്തെ നിയമപരമായി നേരിടുമെന്നും മന്ത്രി VN വാസവൻ പറഞ്ഞു. അത് തികച്ചും അടിസ്ഥാനരഹിതമായ ഒരു വാർത്തയാണ്. ആര് കൊടുത്തതെന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്നലെ രാത്രി ഒരു 10:30 വരെ പത്തനംതിട്ട ഉണ്ടായിരുന്നു. ഞാൻ കമ്മിറ്റി പങ്കെടുത്ത അവസാനം പിരിയുന്ന സന്ദർഭത്തിൽ വരെ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല.
അവിടെ ആകെ ഒരു തർക്കം വേണമെങ്കിൽ പറയാവുന്ന ഈ മീറ്റിംഗ് വെക്കുന്നതിനെ സംബന്ധിച്ച സമയത്തിന്റെ കാര്യത്തിൽ ഹർഷനും പാൽകുമാറും തമ്മിൽ അന്യോന്യം അത് 3 മണിക്ക് വേണമെന്നും 5 മണിക്ക് വേണമെന്നും രാവിലെ വേണമെന്നും ഒരു തർക്കപ്രശ്നം ഉന്നയിച്ച് വേണമെങ്കിൽ അത് സ്വരം കൂട്ടിയായിരിക്കും. അതല്ലാതെ ഒരാളും അവിടെ കയ്യാങ്കളി നടത്തുകയോ മറ്റേതെങ്കിലും സംഭവങ്ങളോ ഉണ്ടായില്ല. ഒരു വാർത്ത അത് ബോധപൂർവ്വം ആരോ സൃഷ്ടിച്ചാണ്. ശ്രീജിത്ത്, ഇതിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമെന്ന നിലയിൽ VN വാസവൻ ആ യോഗത്തിൽ മുഴുവൻ പങ്കെടുത്തു. അദ്ദേഹം അവിടെ എന്ത് സംഭവിച്ചു എന്നത് സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വത്തിന് ഒരു റിപ്പോർട്ട് നൽകി എന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി സെക്രട്ടറി തന്നെ പത്തനംതിട്ടയിലേക്ക് ഉടൻ എത്തുമെന്നുമുള്ള വിവരങ്ങൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇക്കാര്യത്തിൽ നേതൃത്വത്തിന് പത്തനംതിട്ടയിൽ എന്താണ് നടന്നത് എന്നത് സംബന്ധിച്ച് ബോധ്യമുണ്ട്, അതിൽ ഇടപെടേണ്ട സാഹചര്യമുണ്ട് എന്ന് കരുതുന്നുണ്ട് നേതൃത്വം തന്നെ. അങ്ങനെ വിലയിരുത്താം അല്ലേ? അങ്ങനെ തന്നെ വേണം. കാരണം തെരഞ്ഞെടുപ്പ് കാലമാണ്, അതുകൊണ്ട് മാത്രമാണ് CPIM ഒരു നടപടിയിലേക്ക് കടക്കാത്തത്. ഇങ്ങനെ ഒരു പ്രശ്നം ആ മേഖലയിൽ അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടെങ്കിൽ അടിയന്തരമായി നടപടി സ്വീകരിക്കുക എന്ന് തന്നെയാണ് കേഡർ സംവിധാനമൊക്കെ ഉള്ള CPIMന്റെ രീതി. അത് കൃത്യമായ രീതിയിൽ അവർക്കറിയാം. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കാലം കഴിഞ്ഞാൽ ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു അന്വേഷണം അത് ഇപ്പോൾ തന്നെ നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ച പോലെ റിപ്പോർട്ട് മന്ത്രി VN വാസവൻ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അത് തുടങ്ങിയിട്ടുണ്ട്, അതിന് വേണ്ട നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് കാലമാണ്. ഇപ്പോൾ നിങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി മുന്നോട്ട് പോവുക, ബാക്കി കാര്യങ്ങൾ പിന്നീട് സംസാരിക്കാം, വിഷയം മയപ്പെടുത്താം, എല്ലാം നിഷേധിക്കണം എന്ന കർശനമായ നിർദ്ദേശം സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നു. എന്തായാലും പ്രശ്നത്തിന് താൽക്കാലികമായ ഒരു പരിഹാരം എന്ന് വേണമെങ്കിൽ പറയാം. കൂടുതൽ പരിഹാരത്തിനായി സംസ്ഥാന സെക്രട്ടറി തന്നെ തൊട്ടടുത്ത ദിവസം നേരിട്ടെത്തുമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനിടയിൽ UDF ഇത് വലിയ ചർച്ചയാക്കുമെന്ന് ഇടതുപക്ഷത്തിനും അതുപോലെ തന്നെ CPIMനും അറിയാം. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നൊരു വാർത്താ സമ്മേളനം വിളിച്ച് നിയമപരമായി തന്നെ തങ്ങൾ ഇതിനെ നേരിടുമെന്ന് കൃത്യമായ രീതിയിൽ CPIM നേതാക്കൾ KP ഉദയഭാനു അടക്കമുള്ള CPIM നേതാക്കൾ പറഞ്ഞു വെക്കുന്നത്. വിജയകുമാർ. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്. ഈ വാർത്ത എങ്ങനെ പുറത്തുപോയി, എങ്ങനെ ചോർന്നു എന്നതിനെ പറ്റിയുള്ള അന്വേഷണവും പാർട്ടിക്കുള്ളിൽ നടക്കുന്നുണ്ട്, പത്തനംതിട്ടയിലെ പാർട്ടിക്കുള്ളിൽ നടക്കുന്നുണ്ട് എന്നാണ് പുതിയ വിവരം. മറ്റ് ഒരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ ആം ആദ്മി പാർട്ടിയുടെ കടുത്ത പ്രതിഷേധം. പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തിയ പ്രവർത്തകർ വിവിധ കേന്ദ്രങ്ങളിൽ അറസ്റ്റിലായി. മെട്രോ സ്റ്റേഷനുകൾ അടച്ചും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചുമാണ് പോലീസ് പ്രതിരോധം തീർത്തത്. അരവിന്ദ് കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ട് BJPയും പ്രക്ഷോഭം തുടങ്ങിയിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും. ഒപ്പം രാധാകൃഷ്ണനും വിശദാംശങ്ങളുമായി ചേരുന്നു. ബൽറാം, ഈ പ്രതിഷേധം വിവിധ കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തുക എന്നതാണ് പ്രവർത്തകർക്ക് പാർട്ടി നൽകിയ നിർദ്ദേശം. ആഹ്വാനം ഉൾക്കൊണ്ട് കൂടുതൽ നേതാക്കളും പ്രവർത്തകരും ഇന്ന് അവിടേക്ക് എത്തി. ഈ മുഴുവൻ പ്രതിഷേധക്കാരെയും അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ടോ? ആം ആദ്മി പ്രവർത്തകരും നേതാക്കളും അടങ്ങുന്ന വലിയ സംഘം ഇതിനോടകം അറസ്റ്റിലായിട്ടുണ്ടോ? വിജയകുമാർ, ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതി വളയാനുള്ള ആം ആദ്മി പാർട്ടിയുടെ ആഹ്വാനം ഏറ്റെടുത്ത് നിരവധി പേർ പഞ്ചാബിൽ നിന്ന് അടക്കമുള്ള പ്രവർത്തകർ ഇവിടെ എത്തി. ഡൽഹി പട്ടേൽ ചൌക്ക് മെട്രോ സ്റ്റേഷന് സമീപം സമ്മേളിച്ച് ഇവിടെ നിന്നും തുഗ്ലക് റോഡ് വഴി മാർച്ച് ചെയ്ത് പ്രധാനമന്ത്രിയുടെ വസതി നിൽക്കുന്ന ലോക് കല്യാൺ മാർഗിലേക്ക് പോകാനായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം. എന്നാൽ കടുത്ത നിയന്ത്രണങ്ങൾ തന്നെ പോലീസ് ഏർപ്പെടുത്തിയിരുന്നു. 3 മെട്രോ സ്റ്റേഷനുകൾ, പട്ടേൽ ചൌക്ക് അടക്കമുള്ള 3 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടു. 3 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടു. 3 റോഡുകളിൽ ഗതാഗതം നിരോധിച്ചു. പ്രധാനമന്ത്രിയുടെ വസതിക്ക് സമീപം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ഇത്തരത്തിലാണ് പോലീസ് പ്രതിഷേധത്തെ നേരിട്ടത്. കൂടാതെ എല്ലായിടത്തും തന്നെ വലിയ തോതിലുള്ള പോലീസിന്റെയും കേന്ദ്രസേനയുടെയും വിന്യാസം ഉണ്ടായിരുന്നു. ഈ പട്ടേൽ ചൌക്കിന് സമീപം എത്തിയ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. തുടർന്ന് അവരെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ച ഘട്ടത്തിൽ സംഘർഷമുണ്ടായി. എങ്കിലും വലിച്ചിഴച്ച് നിരവധി സ്ത്രീകളടക്കമുള്ള പ്രതിഷേധക്കാരെ പോലീസ് ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. എന്നാൽ ഇതിനൊരു മറുതന്ത്രം ആം ആദ്മി പാർട്ടി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സമാനമായി സ്വീകരിച്ചത്. ചെറിയ ചെറിയ സംഘങ്ങളായി ആണ് പ്രതിഷേധത്തിനായി എത്തിയത്. 10ഓ 20ഓ പേർ അടങ്ങുന്ന ചെറു സംഘങ്ങൾ എത്തുന്നു, പ്രതിഷേധിക്കുന്നു, അറസ്റ്റ് വരിക്കുന്നു, അടുത്ത സംഘം എത്തുന്നു. അങ്ങനെയാണ് ആം ആദ്മി പാർട്ടി സമരം മുന്നോട്ട് കൊണ്ടുപോയത്. പ്രധാന നേതാക്കൾ ആരും തന്നെ ഈ പ്രതിഷേധ വേദിയിൽ കൂടുതൽ പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല. പഞ്ചാബിൽ നിന്നുള്ള മന്ത്രിമാർ, MLA മാർ അടക്കമുള്ളവർ ഈ പട്ടേൽ ചൌക്കിൽ എത്തിയിരുന്നു എങ്കിൽ പോലും ഡൽഹിയിൽ നിന്നുള്ള വലിയ നേതാക്കൾ സോംനാഥ് ഭാരതി ഒഴികെ മറ്റാരും തന്നെ ഇവിടെ എത്തിയിരുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും പ്രതിഷേധം ഇപ്പോഴും അവസാനിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരു ഇടവേള എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആം ആദ്മി പാർട്ടി പ്രവർത്തകർ മുന്നറിയിപ്പില്ലാതെ പല വഴികളിൽ നിന്നായി ഇവിടേക്ക് എത്തി മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധിക്കുകയാണ്. പോലീസ് കനത്ത ജാഗ്രതയിൽ തന്നെയാണ്. ഇപ്പോഴും പോലീസ് സുരക്ഷ ഈ മേഖലയിലെല്ലാം തന്നെ തുടരുകയാണ്. വിജയകുമാർ.
യെസ്, അതേസമയം അരവിന്ദ് കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ട് BJPയുടെ പ്രതിഷേധവും നടക്കുന്നുണ്ട്. ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ആർക്കെ BJPയുടെ പ്രതിഷേധവും സംഘർഷത്തിൽ കലാശിച്ചു എന്ന് തോന്നുന്നു. ചില പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നതൊക്കെ ദൃശ്യങ്ങളിൽ കാണാം. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും ആണ് വിജയൻ. ഇപ്പോൾ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചിരിക്കുകയാണ്. നിരവധി പ്രവർത്തകർ BJP ഈ ഫിറോസ് ഷാ കോട്ട്ല മൈതാനത്തിന് സമീപം ഫിറോസ് ഷാ കോട്ട്ലയ്ക്ക് സമീപമാണ് BJPയുടെ പ്രതിഷേധം. പ്രവർത്തകർ ബാരിക്കേഡ് ഭേദിച്ച് മുന്നേറാൻ ശ്രമിക്കുന്നു. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കണം, ജയിലിൽ ഇരുന്നു കൊണ്ടുള്ള ഭരണം അനുവദിക്കില്ല എന്നാണ് BJP പ്രവർത്തകർ വിളിച്ചു പറയുന്നത്. മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനോടകം നിരവധി തവണ പോലീസ് ജലപീരങ്കി പ്രവർത്തകർക്ക് നേരെ പ്രയോഗിച്ചു. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. തത്സമയ ദൃശ്യങ്ങളാണ്. ഡൽഹിയിലെ ഫിറോസ് ഷാ കോട്ട്ല മൈതാനത്തിന് സമീപമാണ് BJPയുടെ പ്രതിഷേധം പോലീസ് തടഞ്ഞത്. ആർ രാധാകൃഷ്ണൻ തുടരുന്നു. ആർക്കെ ഈ പ്രവർത്തകർ ഇതിനോടകം ഒന്നിലധികം തവണ ജലപീരങ്കി പ്രയോഗിച്ചു, പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല അല്ലേ? ഡൽഹി സെക്രട്ടേറിയറ്റിലേക്കാണ് വിജയൻ ഈ മാർച്ച് പ്രഖ്യാപിച്ചിരുന്നത്. ഡൽഹി സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്താൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് BJPയുടെ മുതിർന്ന നേതാക്കളും നൂറുകണക്കിന് പ്രവർത്തകരും ഈ ഫിറോസ് ഷാ കോട്ട്ല റോഡിന് മുന്നിൽ ഉള്ളത്. ഇവിടെയാണ് BJP പ്രവർത്തകർ ബാരിക്കേഡ് തകർത്ത് മുന്നോട്ട് പോകാൻ ഒരു നിര ബാരിക്കേഡുകൾ BJP പ്രവർത്തകർ തകർത്തു. അതിനുശേഷം മുന്നോട്ട് പോകാൻ ശ്രമിച്ചപ്പോഴാണ് ഈ ജലപീരങ്കി അടക്കം പോലീസ് പ്രയോഗിച്ചിരിക്കുന്നത്. ഏതായാലും ഇനി ഇവിടെ നിന്ന് മുന്നോട്ട് വിടില്ല എന്നൊരു പ്രഖ്യാപനത്തിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത്. BJP പ്രവർത്തകരോട് പിരിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവരത് ചെവിക്കൊള്ളുന്നില്ല. സ്ത്രീകളടക്കമുള്ളവരാണ് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നത്. സ്ത്രീകളടക്കമുള്ള പ്രവർത്തകരെ പിരിച്ചുവിടാനായിട്ടുള്ള ശ്രമം ഇപ്പോഴും പോലീസ് തുടരുകയാണ്. അവരുടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഉള്ളതുകൊണ്ട് ഇവിടെ നിന്ന് തങ്ങൾ പിന്നോട്ട് പോകില്ല. അരവിന്ദ് കെജ്രിവാളിന്റെ രാജി അത് യാഥാർത്ഥ്യമാകുന്നത് വരെ തങ്ങൾ മുന്നോട്ട് തന്നെ പോകും എന്ന വിധത്തിലാണ് BJP ഇപ്പോൾ പ്രഖ്യാപിച്ച് നിലയുറപ്പിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം ഇവരെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ രാവിലെ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിരവധി BJP പ്രവർത്തകർ പല ഇടങ്ങളിൽ നിന്ന് ചെറു സംഘങ്ങളായിട്ട് ഈ ഷഹീദി പാർക്കിന് സമീപത്തേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ച നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ പോലീസിനെ സംബന്ധിച്ചും ഇതൊരു അറസ്റ്റ് ചെയ്ത് നീക്കുക അത് എത്രത്തോളം ഫലപ്രദമാകും എന്നത് അറിയില്ല. ഏതായാലും ഈ റോഡ് ഫിറോസ് ഷാ കോട്ട്ല റോഡ് അത് പൂർണ്ണമായിട്ടും സ്തംഭിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. വിജയൻ അറിയാവുന്ന പോലെ ഡൽഹിയിലെ ITOയ്ക്ക് സമീപമാണ് ഈ ഫിറോസ് ഷാ കോട്ട്ല റോഡ് ഉള്ളത്. വളരെ പ്രധാനപ്പെട്ട റോഡാണ് ഡൽഹിയെ സംബന്ധിച്ച് ഈ ഫിറോസ് ഷാ കോട്ട്ലയ്ക്ക് മുന്നിലൂടെയുള്ള ഈ റോഡ്. അതുകൊണ്ട് അതിലെയുള്ള ഈ ഗതാഗതം നിലയ്ക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് അരവിന്ദ് കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് BJP പ്രവർത്തകർ നിലയുറപ്പിച്ചിരിക്കുന്നത്. നിരവധി പോലീസ് വലിയ ഒരു സന്നാഹം, പോലീസിന്റെ ഒരു വലിയ സന്നാഹം തന്നെ ഇവിടെയുണ്ട്. അർദ്ധസൈനിക വിഭാഗമുണ്ട്, RAF ഉണ്ട്. പക്ഷേ ഇതിനെ ഒന്നും കൂസലാക്കാതെയാണ് ഇവിടെ ഈ BJP പ്രവർത്തകർ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഡൽഹി സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. അരവിന്ദ് കെജ്രിവാളിന് ഡൽഹി ഭരിക്കാനായിട്ട് ഉള്ള അർഹത അറസ്റ്റ് ചെയ്തപ്പെട്ടതോടുകൂടി ഇല്ലാതായി മാറിയിരിക്കുന്നു എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഈ പ്രതിഷേധ പ്രകടനങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. വിജയൻ. യെസ്, ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധം, ഒപ്പം അരവിന്ദ് കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ട് BJPയുടെ പ്രതിഷേധം. BJP മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. ഡൽഹി സെക്രട്ടേറിയറ്റിലേക്കായിരുന്നു BJP മാർച്ച് സംഘടിപ്പിച്ചത്. IPOയ്ക്ക് സമീപം ഫിറോസ് ഷാ കോട്ട്ലയിൽ മാർച്ച് പോലീസ് തടഞ്ഞു. ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകരെ ഇപ്പോൾ വൈകാതെ അറസ്റ്റ് ചെയ്തു നീക്കും. നേതാക്കൾ ഇടപെട്ട് പ്രതിഷേധം കൂടുതൽ സംഘർഷഭരിതമാവാതിരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് ആർ രാധാകൃഷ്ണൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഡൽഹിയിൽ നിന്ന്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ JS സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBIക്ക് അന്വേഷണ ശുപാർശ നൽകുന്നതിൽ സർക്കാരിന് ഗുരുതര വീഴ്ച. വിജ്ഞാപനം കൈമാറിയെങ്കിലും കേസിന്റെ പൂർണ്ണ വിവരങ്ങളുള്ള പെർഫോമ റിപ്പോർട്ട് നൽകിയിട്ടില്ല. വിവാദമായതോടെ തിരക്കിട്ട് റിപ്പോർട്ട് കൈമാറാൻ സർക്കാർ ശ്രമം തുടങ്ങി. കേസ് അട്ടിമറിക്കാനുള്ള നീക്കം ചെറുക്കുമെന്ന് സിദ്ധാർത്ഥന്റെ പിതാവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. അപ്പോൾ അദ്ദേഹത്തിനുള്ള ഉത്കണ്ഠ പങ്കുവയ്ക്കാൻ വേണ്ടി വന്നതാണ്.
അദ്ദേഹത്തിൻ്റെ ഉത്കണ്ഠയോടൊപ്പം നിൽക്കും. ഈ കേസിൽ ഭംഗിയായി അന്വേഷണം നടത്തുന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ആ കുടുംബത്തോടൊപ്പം ഞങ്ങൾ നിൽക്കും എന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്. CBI അന്വേഷണം ത്വരിതപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തെല്ലാം ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞങ്ങൾ സ്വീകരിക്കും. നിയമപരമായ നടപടികൾ അദ്ദേഹത്തിന് സ്വീകരിക്കണമെങ്കിൽ അതിനാവശ്യമായ മുഴുവൻ പിന്തുണയും നൽകും. വീണ്ടും ഈ വിഷയത്തിൽ സമരം ആരംഭിക്കേണ്ട ഒരു ഘട്ടമെത്തിയാൽ അതിനുവേണ്ടി തെരഞ്ഞെടുപ്പ് കാലമാണെങ്കിൽ പോലും സമരം ചെയ്യാൻ ഞങ്ങൾ മടിക്കും. ഇതുവരെയ്ക്കും ഞാൻ പറഞ്ഞ് പറ്റിച്ചു എന്ന് പറയില്ല, പക്ഷേ ഞാൻ ചതിക്കപ്പെട്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാര്യം പറഞ്ഞാൽ അന്ന് ഇത്രയും പീക്ക് ടൈമിലായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴേ എല്ലാ കക്ഷി രാഷ്ട്രീയം ഒന്നുമില്ലാതെ എല്ലാവരും പ്രക്ഷോഭം ഉണ്ടാക്കുന്നു. മതം നോക്കാതെ എല്ലാവരും കാണുന്നു. അമ്മമാരെല്ലാവരും വലിയ രീതിയിൽ മീഡിയ കാര്യം എല്ലാവരും ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് പെട്ടെന്നൊരു തടയിടേണ്ടത് മുഖ്യമന്ത്രിക്ക് ആവശ്യമായിരുന്നു. എനിക്കതൊന്നും അറിയില്ലായിരുന്നു. ഞാൻ മണ്ടനായിപ്പോയി. എൻ്റെ വായും എൻ്റെ കുടുംബത്തിൻ്റെ വായും അങ്ങ് അടച്ചു വെച്ചു. എല്ലാവരും വാ അടപ്പിക്കാൻ വേണ്ടി ആദ്യം ചെയ്തു. പ്രത്യേകിച്ച് ഇലക്ഷൻ കൂടെ വരികയാണ്. ഈ സമയത്ത് കുടുംബത്തിൻ്റെ വാ അടച്ച് കെട്ടേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു. അതവർ അതിൽ വിജയിച്ചു. എനിക്കതിൽ അവരെ ശരിക്കും പറഞ്ഞാൽ അഭിനന്ദിക്കുക തന്നെ വേണം. ആ കാര്യത്തിൽ അവരങ്ങ് വിജയിച്ചു. ഡോക്ടർ PC ശശീന്ദ്രന്റെ രാജിയുടെ പശ്ചാത്തലത്തിൽ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ പുതിയ വൈസ് ചാൻസലറെ ഇന്ന് തീരുമാനിക്കും. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഈ പെർഫോമ റിപ്പോർട്ട് അയക്കുന്നതിൽ എന്തെങ്കിലും തുടർ നടപടികൾ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ കുടുംബാംഗങ്ങൾ പറയുന്നത് പോലെ ആ പ്രതിഷേധമുണ്ടായതിൻ്റെ പീക്കിൽ അത് തണുപ്പിക്കാൻ വേണ്ടി സർക്കാർ എടുത്ത ഒരു പ്രഖ്യാപനം എന്നതിനപ്പുറത്തേക്ക് അതിൽ കൂടുതലൊന്നും ഉണ്ടായിട്ടില്ല എന്ന വിമർശനം ശക്തമാണ്. പ്രതിപക്ഷം അത് ഏറ്റുപിടിക്കുന്നുണ്ട്. അപ്പോൾ അടിയന്തരമായി തുടർ നടപടിയിലേക്ക് പോകുമോ സർക്കാർ? വിജയകുമാർ, അങ്ങനെ ഒരു ആക്ഷേപത്തിൽ കഴമ്പുണ്ട് എന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം നമുക്കറിയാവുന്ന പോലെ തന്നെ വലിയ തരത്തിലുള്ള സമരങ്ങൾ, പ്രതിഷേധങ്ങൾ, വിവാദങ്ങൾ ഇതിനിടെയാണ് സിദ്ധാർത്ഥിന്റെ പിതാവ് മുഖ്യമന്ത്രിയെ വന്ന് കാണുകയും മുഖ്യമന്ത്രി ഈ അന്വേഷണം CBIക്ക് കൈമാറുകയും ചെയ്യുന്നു എന്നുള്ള തീരുമാനം ഔദ്യോഗികമായി അറിയിക്കുന്നത്. പിന്നാലെ 9-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം പുറത്തിറങ്ങി. 16-ാം തീയതി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഇത് സംസ്ഥാന സർക്കാർ കൈമാറുകയും ചെയ്തു. എന്നാൽ സാധാരണഗതിയിൽ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ ഇക്കാര്യത്തിൽ പാലിച്ചില്ല എന്നുള്ളതാണ് സർക്കാരിനെ സംബന്ധിച്ചിപ്പോൾ വലിയ തരത്തിലുള്ള ആക്ഷേപത്തിന് വഴിയാക്കിയിട്ടുള്ളത്. അതായത് വിജ്ഞാപനത്തിനൊപ്പം പെർഫോമ റിപ്പോർട്ട്, അതായത് കേസിന്റെ സ്ഥിതി വിവരങ്ങൾ, അത് ഏതുവരെ എത്തി, കേസ് ഏത് സാഹചര്യത്തിൽ കേസ് അന്വേഷണം CBIക്ക് കൈമാറുന്നു, കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടത്തിയ ഏജൻസി എന്ത് കണ്ടെത്തൽ നടത്തിയെന്നടക്കമുള്ള കൂടുതൽ വിവരങ്ങൾ അതടങ്ങുന്നതാണ് ഈ പെർഫോമ റിപ്പോർട്ട്. ഈ പെർഫോമ റിപ്പോർട്ട് അയച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ കൂടുതൽ വിവാദമായിരിക്കുന്നത്. ഇത് സംബന്ധിച്ച തിരക്കിട്ട നീക്കങ്ങൾ പോലീസ് ആസ്ഥാനത്ത് നടക്കുന്നുണ്ട്. ഉടൻ തന്നെ ഇത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറും എന്നുള്ളതാണ് പോലീസ് ആസ്ഥാനത്ത് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം മാത്രമായിരിക്കും CBI അക്കാര്യത്തിൽ കേസ് അന്വേഷണം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് കടക്കുകയുള്ളൂ. അതൊരു സാങ്കേതികമായ കാര്യമാണെങ്കിലും നിലവിൽ ഇപ്പോൾ അന്വേഷണം വഴിമുട്ടി എന്നുള്ള ബന്ധുക്കളുടെ ആക്ഷേപം അതിങ്ങനെ ഉയർന്നു നിൽക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന് വന്നിരിക്കുന്ന ഈ വീഴ്ച അത് വലിയ തരത്തിൽ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും ഇന്ന് വൈകുന്നേരത്തോടുകൂടി ആ നടപടികൾ പൂർത്തിയാക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതേസമയം ഇതൊരു രാഷ്ട്രീയ ആരോപണമായി അല്ലെങ്കിൽ രാഷ്ട്രീയ വിവാദമായി കൂടുതൽ മാറുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇന്ന് സിദ്ധാർത്ഥിന്റെ പിതാവ് പ്രതിപക്ഷ നേതാവിനെ വന്ന് കണ്ടിരുന്നു. ഗവർണർ അടക്കമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അത് വിമർശനമായി ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. വിജയകുമാർ, യെസ്, കേസ് അട്ടിമറിക്കാനുള്ള നീക്കമുണ്ടെങ്കിൽ അതിനെ ചെറുക്കുമെന്ന് സിദ്ധാർത്ഥന്റെ പിതാവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അതിൽ തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ്. ഇതൊക്കെ രാഷ്ട്രീയ ആയുധമാവുകയും ചെയ്യുന്നുണ്ട്. പെർഫോമ റിപ്പോർട്ട് അയച്ച് തൽക്കാലം ആ പ്രതിഷേധം തണുപ്പിക്കാൻ സർക്കാർ നീക്കം തുടങ്ങി എന്നാണ് തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് പൈവളികെ പഞ്ചായത്തിൽ BJP കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച കോൺഗ്രസ് സംഘത്തെ സസ്പെൻഡ് ചെയ്തു. 15-ാം വാർഡ് അംഗം അവിനാഷ് മച്ചാദോയ്ക്കെതിരെയാണ് നടപടി. മുസ്ലിം ലീഗ് വഞ്ചിച്ചതുകൊണ്ടാണ് BJPയെ പിന്തുണച്ചതെന്ന് അവിനാഷ് 24-നോട് പറഞ്ഞു. ഇതുവരെ അവർ വിട്ടു കൊടുത്തിട്ടില്ല. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ലീഗർ വിട്ടു കൊടുത്തിട്ടില്ല. അപ്പൊ എന്തുകൊണ്ട് വിട്ടു കൊടുത്തിട്ടില്ലെങ്കിൽ ഓർക്ക് 8 CPM ഉണ്ട്, 2 മുസ്ലിം ലീഗ് ഉണ്ട്, അത് മതി ഇവർക്ക്. അപ്പൊ നമ്മളെ കോൺഗ്രസിന് കൊടുക്കുന്ന ആവശ്യമില്ല. ഓർ പറഞ്ഞ വാക്കിന് കൊടുത്തിട്ടില്ല. അപ്പൊ ഈ അവിശ്വാസ മത ബെറോണി ഞാൻ കാത്തോണ്ടുണ്ടായി. അപ്പൊ BJPക്കാരെ അവിശ്വാസ മത കൊണ്ടുവന്ന് കൊണ്ടുകൊണ്ട് വരുമ്പോ ഞാൻ അത് അവിശ്വാസ മത ഈ ഭരണത്തിന് എതിരായിട്ട് അവിശ്വാസ മത പൊട്ടിട്ടു. അപ്പൊ ഇതാണ് സംഭവം. മുസ്ലിം ലീഗ് വഞ്ചിച്ചു എന്നാണ് പറയുന്നത്. വഞ്ചിച്ചു. പിന്നെ അതല്ലാതെ എത്ര 3 വർഷമായല്ലേ ഇത് കളിപ്പിച്ചല്ലേ കൊടുക്ക പറഞ്ഞിട്ട്. അത് എന്റെ വൈയക്തിക വിഷയത്തിൽ ഞാൻ ഇട്ടത്. അതല്ലാതെ ഞാൻ BJP പ്രസിഡന്റിന് വോട്ടിട്ടത് അതെന്തല്ല. BJP പ്രസിഡന്റ് വോട്ടിട്ടത് അത് അതല്ല. ഞാൻ വോട്ടിട്ടത് അവിശ്വാസമത കൊണ്ടുവരണോ പറഞ്ഞിട്ട്. അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകും കാസർഗോഡ്. അരുൺ, ഇത് ഒരു കലങ്ങി മറിഞ്ഞ മുന്നണി സംവിധാനമായല്ലോ കാസർഗോഡ്. ഇപ്പോൾ ഈ പഞ്ചായത്തിലാണെങ്കിലും ഇവിടെ BJP കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ ഒരു കോൺഗ്രസ് സംഘം പിന്തുണയ്ക്കുന്നു. ആ അവിശ്വാസ പ്രമേയത്തിൽ CPMനെ പിന്തുണച്ച് ലീഗ് അംഗങ്ങൾ ആകെ രംഗത്ത് വരുന്നു.
എന്താണ് ഈ രണ്ട് പാർട്ടികൾ തമ്മിൽ അവിടെ UDF അകത്തെ പ്രശ്നങ്ങൾ ഈ പഞ്ചായത്തിൽ ഒതുങ്ങുമോ അതോ അതിനപ്പുറത്തേക്ക് അത് വ്യാപിക്കുമോ? വിജയകുമാർ, ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ 8 അംഗങ്ങളാണ് BJPക്കും LDFനും ഉള്ളത്. ഇത് നറുക്കെടുപ്പിലൂടെയാണ് ഈ LDFന് പ്രസിഡന്റ് സ്ഥാനവും BJPക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനവും ലഭിച്ചത്. ആകെ 19 അംഗങ്ങളുള്ള ഭരണസമിതിയിൽ 2 അംഗങ്ങൾ മുസ്ലിം ലീഗിനും 1 അംഗം കോൺഗ്രസിനുമാണ്. ഈ 2 അംഗങ്ങൾ LDFനെ സപ്പോർട്ട് ചെയ്തു. UDFന്റെ അംഗങ്ങൾക്ക് LDF സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനങ്ങൾ നൽകാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആദ്യം അത് ലീഗിനാണ് നൽകിയത്. തുടർന്ന് ഒരംഗത്തിന്, അതായത് കോൺഗ്രസിന്റെ ഏക അംഗമായ അവിനാശിന് ഈ സ്ഥാനം 6 മാസം കഴിഞ്ഞാൽ നൽകും, MLA ഇലക്ഷൻ കഴിഞ്ഞാൽ നൽകുമെന്നാണ് ആദ്യഘട്ടത്തിൽ അറിയിച്ചിരുന്നത്. പക്ഷേ കഴിഞ്ഞ ഒരു 3.5 വർഷമായിട്ടും ഇത് പാലിക്കാൻ, ഈ ഒരു ധാരണ പാലിക്കാൻ ലീഗ് ഇത്തരത്തിലൊരു അവിശ്വാസ പ്രമേയം UDF കോൺഗ്രസ് അംഗം. ശരി അരുൺ, മുസ്ലിം ലീഗ് വഞ്ചിച്ചത് കൊണ്ടാണ് BJPയെ പിന്തുണച്ചത് എന്നാണ് അവിനാശ് മച്ചാദോ 24നോട് പറഞ്ഞത്. അവിനാശിനെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് പഞ്ചായത്ത് തലത്തിൽ ഒതുങ്ങി നിൽക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. അരുൺ പാളക്കിലാണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ് നിന്നും. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുകയാണ്. ഇനി കാണാം ഗുഡ് ആഫ്റ്റർനൂൺ വിത്ത് ഹാഷ്മി. നമസ്കാരം.